ഇപ്രകാരം മറ്റൊരു ഉദാഹരണം ഇമാം യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനും മാലിക്കി മദ്ഹബിൽ വിശ്രുതനുമാണ് ഇമാം യഹ്യ ഇബ്നു യഹ്യ എന്നവർ. അദ്ദേഹത്തോട് ഖുർത്തുബയിലെ ഭരണാധികാരി അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അദ്ദാഖിൽ ഒരിക്കൽ മസ്അല ചോദിക്കുകയുണ്ടായി. ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അദ്ദാഖിൽ സഖർ ഖുറൈഷ് എന്ന് അബ്ബാസി ഖലീഫ അബൂ ജാഫർ അൽ മൻസൂർ പേരിട്ട് വിളിച്ച ഭരണാധികാരിയാണ്. അദ്ദാഖിൽ എന്ന് അപ്രകാരം അദ്ദേഹത്തിന് സ്ഥാനപ്പേരുണ്ട്. സഖർ ഖുറൈഷ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളിലെ കഴുകൻ എന്നാണ് അർത്ഥം. അദ്ദാഖിൽ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചവൻ എന്നാണ് അർത്ഥം. അമവി ഭരണാധികാരി ഹിഷാം ഇബിൻ അബ്ദുൽ മലിക് ഇബിൻ മർവാന്റെ മകൻ മുആവിയയുടെ മകനാണ് ഈ അബ്ദുറഹ്മാൻ. സഹാബി വര്യനായ മുആവിയ അല്ല, ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിന്റെ മകൻ മുആവിയയുടെ മകൻ അബ്ദുറഹ്മാനാണ്. യതീമായിരുന്നു ഈ അബ്ദുറഹ്മാൻ. അമവി ഭരണകൂടം അസ്തമിച്ചു. അബ്ബാസികൾ അമവികളെ നാമാവശേഷമാക്കി. അങ്ങനെ അബ്ബാസികൾ ഭരണം കൈയാളുന്ന കാലത്ത് 171 അല്ലെങ്കിൽ 171 ശേഷമാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ മരിക്കുന്നത്. 132 അമവി ഭരണം നാമാവശേഷമാകുന്നത്, അബ്ബാസി ഭരണകൂടം നിലവിൽ വരുന്നത്. എല്ലാ അമവികളെയും ഇല്ലായ്മ ചെയ്യാൻ, പ്രത്യേകിച്ച് ഭരണകൂടം കൈയാളിയിരുന്ന അമവികളെ അബ്ബാസികൾ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച് അവരിൽ നിന്ന് അത്ഭുതകരമായ വിധം അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ മുങ്ങി. വളരെ സാഹസപ്പെട്ട അയാൾ സ്പെയിനിലെത്തി. അങ്ങനെ ലോകത്തെല്ലായിടത്തും അമവി ഭരണകൂടം നിഷ്പ്രഭമായപ്പോൾ അമവികളുടെ ഭരണം സ്പെയിനിൽ സ്ഥാപിച്ചു തുടർത്തിയ ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ എന്ന് പറയുന്ന യതീം, അനാഥൻ. വളരെ യശസ്സുറ്റ ഒരു ഭരണമായിരുന്നു ഇദ്ദേഹം ഖുർത്തുബ ആസ്ഥാനമാക്കിയിട്ട് അവിടെ സ്ഥാപിക്കുകയുണ്ടായത്. ഏതായാലും നമ്മുടെ വിഷയം, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അദ്ദാഖിൽ തൻ്റെ ഇണയുമായി കിടപ്പറ പങ്കിട്ടു. അദ്ദേഹത്തിന് തെറ്റുബോധ്യായി. വലിയ കുറ്റമാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസിയോട് അദ്ദേഹം മസ്അല ചോദിച്ചു. അപ്പോൾ 60 ദിവസം നോമ്പെടുത്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഇമാം യഹ്യ ഇബ്നു യഹ്യ അദ്ദേഹത്തിന് ഫത്വ നൽകി. നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് അടിമയെ മോചിപ്പിക്കാനും അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാനും അവസരമുണ്ട്. ഈ അടിമ മോചനത്തിൻ്റെയും 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെയും പ്രായശ്ചിത്ത മസ്അല യഹ്യ ഇബ്നു യഹ്യ അവിടെ പറഞ്ഞില്ല. ആ സദസ്സിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. യഹ്യ ഇബ്നു യഹ്യയോടുള്ള ആദരവ് കാരണത്താൽ അവർ ഈ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. പക്ഷേ സദസ്സ് പിരിഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടല്ലോ, 60 ദിവസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക സാധിക്കാത്തവർ, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, എന്തുകൊണ്ട് താങ്കൾ 60 ദിവസം നോമ്പെടുക്കുന്ന വിഷയം പ്രത്യേകമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇമാം യഹ്യ ഇബ്നു യഹ്യയുടെ പ്രതികരണം, ലൗ ഫതഹ്നാ ലഹു ഹാദൽ ബാബ് ലവതിഅ കുല്ല യൗമിൻ വഅതക ഔ അത്അമ. ആ വാതിൽ ഈ ഭരണാധികാരിക്ക് തുറന്നിട്ടാൽ എല്ലാ ദിവസവും നോമ്പെടുത്ത് തൻ്റെ ഇണയെ പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഒരടിമയെ മോചിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ 60 പേർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. അതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ക്ഷിപ്രസാധ്യമാണ്. അതുകൊണ്ട് ഈ തെറ്റ് തുടരും. അതുകൊണ്ട് ഫഹമൽതുഹു അലൽ അസ്അബ് ലിഅല്ലാ യഊദ്, ഏറ്റവും പ്രയാസകരമായ പ്രായശ്ചിത്തം അത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു, ഈ കുറ്റത്തിലേക്ക് അയാൾ ഇനി ഒരിക്കലും മടങ്ങാതിരിക്കാൻ. ഇതായിരുന്നു യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസിയുടെ പ്രതികരണം എന്നാണ്. വിശുദ്ധ നോമ്പിൻ്റെ പവിത്രതയെ കെടുത്താതിരിക്കാൻ, ആ ഒരു ഫസാദിനെ തടയാൻ 2 കഫാറത്ത്, അത് ഇമാം യഹ്യയുടെ അറിവിൽപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം അതിനെ പറഞ്ഞില്ല, മൂടി വച്ചു. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അറിവ് പടർത്തുന്ന വിഷയത്തിൽ പുലർത്തിയിരുന്നതായ സൂക്ഷ്മത, മുൻകരുതൽ, വരും വരായ്മകളെ നോക്കി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സച്ചരിതരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയം, ഈ ഒരു വചനം പഠിക്കുമ്പോൾ സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്.